എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുരുവായൂർ നടയിൽ പോയിട്ട് ആ പവിത്രമായ ഭൂമി അശുദ്ധിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പലരും വീഡിയോ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ശ്രദ്ധക്കായിട്ടും സമൂഹത്തിന്റെ ശ്രദ്ധക്കായിട്ടും ഞാനൊരു കാര്യം പറയാണ്. ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിൽ നടയിൽ പോയിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവൂല. ഞാൻ ഇനി ആ നടയിലേക്ക് പോകുന്നില്ല. ഭക്തി മനസ്സിൽ മതി, അത് ഗുരുവായൂർ പോയിട്ട് പ്രകടിപ്പിക്കണ്ട എന്ന് സ്വയം തീരുമാനിച്ചു. പക്ഷെ നിങ്ങളൊക്കെ എനിക്കൊരു അനുവാദം തരണം, വർഷത്തിൽ 2 പ്രാവശ്യം പോവാൻ. ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്കും ഒന്ന് വിഷുവിനും. മറ്റൊന്നുകൊണ്ടല്ല, വർഷങ്ങളായിട്ടുള്ളൊരു ചടങ്ങാണ് കണ്ണന് ഒരു ഫോട്ടോ സമർപ്പിക്കുക എന്നുള്ളത്. ആ ഒരു ചടങ്ങിന് മാത്രമേ ഇനി ഞാൻ ഗുരുവായൂരേക്ക് വരുള്ളൂ. അല്ലാതെ എൻ്റെ ഒരു സാന്നിധ്യം ഇനി അവിടെ ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടേ മാപ്പ് ചോദിക്കുന്നു. ജസ്ന, ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി ഒരിക്കലും നീ അവരുടെ ആ പുണ്യഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കല്ലേ. നീ അവിടത്തേക്ക് പോകുന്നത് പച്ചയായിട്ട് അവർ കമന്റ് ബോക്സുകളിൽ എഴുതി വിടുന്നത് നീ തന്നെ ഒന്ന് വായിക്കുക. കുട്ടി അവിടത്തേക്ക് ചിത്രങ്ങൾ വരച്ചിട്ടാണ് അമ്പല നടയിലേക്ക് ഒരുപാട് വട്ടം കയറി ചെന്ന് ഫേമസ് ആയത്. നീ വരച്ച ഫോട്ടോ ചിത്രങ്ങൾ ഒരു കുട്ടിക്കും നീ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടില്ല. നല്ല വലിയ തുകകൾ ഈടാക്കിയിട്ടാണ് നീ ആ അമ്പല നടയിൽ നിന്ന് ഫോട്ടോകൾ വിറ്റിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നീ അതൊരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത് എന്ന് ഏത് ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാവുന്ന സത്യമാണ്. നീ വരച്ച ചിത്രങ്ങൾ ഒരുപാട് ഭക്തർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നല്ല ഒരുപാട് കണ്ണൻ്റെ ഫോട്ടോകൾ അവിടെ നിന്ന് ഏതൊരാൾക്കും വാങ്ങാൻ അവസരമുണ്ട്. പിന്നെ എന്തിനാണ് എൻ്റെ ഫോട്ടോക്ക് ഇത്രയും വലിയ തുകകൾ? അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അത് ഭക്തർ ചില ആളുകൾ വാങ്ങിയിട്ടുള്ളത്. വീണ്ടും വീണ്ടും അവരുടെ വിശ്വാസ സ്ഥലങ്ങളിൽ, അവരുടെ പുണ്യഭൂമികളിൽ പോയിട്ട് അവരെ വെറുപ്പിക്കുന്ന തരത്തിൽ ഏറിപ്പോയാൽ നാറിപ്പോകുമെന്ന നിലയിലേക്ക് വളർന്നപ്പോൾ ഇപ്പോൾ ഹിന്ദു സഹോദരന്മാർ ഒന്നടക്കം നീ അവിടത്തേക്ക് പോകുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പച്ചയായി സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നീ അവിടത്തേക്ക് കയറി ചെല്ലുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിനക്ക് തന്നെ ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന മത സൗഹാർദ്ദങ്ങൾ അത് നീ നശിപ്പിക്കരുത് എന്ന് മറ്റ് മതങ്ങളിലുള്ളവർ നമ്മുടെ മതങ്ങളിലുള്ളവരെ കളിയാക്കി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് കണക്കിലെടുത്തിട്ട് ഇനിയെങ്കിലും ഈ അവിടത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് അവരുടെ പുണ്യഭൂമി നശിച്ചു പോകുകയാണ് എന്ന തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകൾ നിന്റെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നീ തന്നെ ഒന്ന് വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഒളുപ്പില്ലാതെ കയറി ചെന്ന് ഒരു പ്രശ്നമുണ്ടാക്കുക എന്നത് ഹോബിയാണോ എന്നത് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും മറ്റേ മതങ്ങളിലുള്ളവരെ കൊണ്ട് മതത്തിലുള്ളവരെ പറയിപ്പിക്കാതെ അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളും അവർ ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക്, ആ പുണ്യ ഭൂമികളിലേക്ക് ഒരു ഉളുപ്പുമില്ലാതെ ഇനിയും പ്രശ്നങ്ങളിൽ ഉണ്ടാക്കാൻ നിൽക്കരുത് എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഫോട്ടോ വരച്ചത് നല്ല വിലക്കാണ് ഇതുവരെ വിറ്റിട്ടുള്ളത്. അതൊരു ബിസിനസ്സായിട്ടാണ് കാണുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം വർഷത്തിൽ 2 വട്ടം എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ അവസരം തരണമെന്ന് എൻ്റെ ഈ വീഡിയോ നമ്മളിവിടെ കാണുന്നുണ്ട്. എന്തിനാണ് ആളുകൾ തടിച്ചുകൂടുന്ന ആ 2 ദിവസം നീ തിരഞ്ഞെടുത്തത്? വരച്ച ചിത്രങ്ങൾ ആൾ കൂടുന്ന സമയത്ത് നല്ല വിലക്ക് വിൽക്കാം, അതല്ലേ ഉദ്ദേശം? തീർച്ചയായിട്ടും അതിന് പറയുന്ന പേരാണ് ബിസിനസ്. അപ്പോൾ പറയിപ്പിക്കാതെ നീ അവിടത്തേക്ക് പോകുന്നത് കേരളത്തിലെ 99% ആളുകൾക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇപ്പോൾ ഏകദേശം ആളുകളും പച്ചയായി പറയാൻ തുടങ്ങിയ സാഹചര്യത്തിൽ ഇനിയെങ്കിലും മറ്റു മതങ്ങളിലുള്ള ആളുകളിൽ നിന്ന് പറയിപ്പിക്കാതെ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുത്ത് അതിലേക്ക് നീങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നീ ഇത്രകാലം വരച്ച ഒരുപാട് ഫോട്ടോകൾ ഭക്തർ വാങ്ങിയിട്ടുണ്ടാകും. അത് അവർക്ക് വേറെ ഫോട്ടോ വാങ്ങാൻ കിട്ടാഞ്ഞിട്ടില്ല. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു. ചില സംഗതികൾ ഏറിപ്പോയാൽ മാറിപ്പോകും. അപ്പോൾ മനസ്സിലാക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. കഴിയുന്നത് ഒന്ന് മാറി നിൽക്കുക, ആളുകളെ കൊണ്ട് പറയിപ്പിക്കൽ.